ഓ കൈ കഴിക്കുന്നു. അമ്മേ ഹോർലിക്സ്. ഇങ്ങോട്ട് വന്നേ. ഹോർലിക്സ് കുടിക്കമ്മേ, ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. ഒരാൺകുഞ്ഞിനെ നോക്കി നോക്കി ഒരുപാട് വലഞ്ഞതല്ലേ. അമ്മേ ദേ നോക്കി ആരൊക്കെ വന്നിരിക്കുന്നതെന്ന്. ഈ തറവാട്ട് ജനിക്കുന്ന ആദ്യത്തെ ഇരട്ട കുട്ടികളാണ്. കാര്യം പെണ്ണായി പോയി എന്നുള്ള ഒറ്റ കുറവേ ഉള്ളൂ. അതല്ലാതെ എന്തെങ്കിലും ഒരു തെറ്റ് എന്റെ പക്ഷത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ അമ്മേ? കാര്യം ഞാൻ റേഷൻ കടയിൽ കരിഞ്ചന്തക്കാരനാണ്, പൂഴ്ത്തിവയ്പ്പുകാരനാണ്, തൂക്കത്തിൽ തട്ടിപ്പ് കാണിക്കുന്നവനുമാണ്. പക്ഷെ ജീവിതത്തിൽ അതും എന്റെ അമ്മയോട് എന്തെങ്കിലും ഒരു ചതി, ഒരു വഞ്ചന ഞാൻ ചെയ്തിട്ടുണ്ടോ? അമ്മ പറ, മോള് കരയാതെ. ഓരോരുത്തരുടെ അമ്മയുടെ സ്വത്തിന് വേണ്ടി സ്വന്തം കുഞ്ഞിനെ വരെ വിൽക്കാൻ തയ്യാറാ. എനിക്ക് സ്വത്തും വേണ്ട, ഒരു മണ്ണാകട്ടയും വേണ്ട. കുഞ്ഞിനെ പിടി. പക്ഷെ ഞാൻ എന്റെ അമ്മയെ ചതിക്കില്ല. ഇവിടത്തെ ചതിയന്മാരെ ഞാൻ അനുവദിക്കുകയില്ല. അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇനി ഞങ്ങളിവിടെ ഉണ്ടാവും. ആ വടക്കേറ്റത്തെ മുറിയില്ലേ, വടക്കേറ്റത്തെ മുറിയിൽ ഇപ്പൊ ഞങ്ങളാ. അതുകൊണ്ട് ഇനി തെക്കേറ്റത്തെ മുറിയിലോട്ട് പൊക്കോ. ചേട്ടൻ ഇങ്ങോട്ട് താമസം മാറ്റിയോ? മാറ്റേണ്ടി വന്നു. നമ്മുടെ അമ്മ ഇങ്ങനെ ഒരു ചതിക്കുഴി വിട്ടിട്ട് പോകാൻ പറ്റുമോ? മാളവിക ആർക്കും അങ്ങനെ ചതിക്കുഴിയിൽ ഇറക്കാൻ കഴിയില്ലടാ. ചതിക്കാൻ നോക്കിയവൻ കിടന്ന് അനുഭവിക്കുന്നത് കണ്ടില്ലേ? അവന്റെ കുഞ്ഞിനെ ഇനി തിരിച്ചു കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? കിട്ടില്ല, അതിനെ ഇനി കിട്ടില്ല. ഇനി അതിന്റെ ശവം പോലും അവനോ അവളോ കാണില്ല. ഞാൻ ഒരു വർഷമായി തടഞ്ഞു വെച്ചിരുന്ന മാറ്റർ അല്ലേ അത്. താൻ തന്നെയല്ലേ അത് കുത്തിപ്പോക്കി ഡയറക്ടറെ കൊണ്ട് കമ്പലിയിപ്പിച്ചത്. എന്നിട്ട് ഇപ്പൊ നിർത്തിവെക്കാൻ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സർ, നമ്പ്യാതിരി വലിയ കുഴപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇവന്റെ കുട്ടിയാണെന്ന് കരുതി എന്റെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി. ഈ റിപ്പോർട്ട് നിർത്തിവെച്ചില്ലെങ്കിൽ കുഞ്ഞിനെ കൊന്നു കളയുന്ന ആള് പറയുന്നത്. ഓ മൈ ഗോഡ്, എപ്പോഴാ സംഭവം? ഇന്നലെ രാത്രി. എന്നിട്ട് ഇപ്പോഴാണോ എന്ന് പറയുന്നത്? എന്താ മിസ്റ്റർ പപ്പൻ ഇത്ര ഉത്തരവാദിത്വമില്ലാതെ പെരുമാറിയത്? നല്ലൊരു സെൻസേഷൻ ന്യൂസ്. ലേറ്റ് ആയി പോയി. സാരമില്ല, ഈവനിങ് എഡിഷനിൽ കൊടുക്കും. സാർ, പത്രത്തിൽ കൊടുക്കുന്നൊക്കെ അപകടമാണ്. സർ പ്ലീസ്, ഒരു സെൻസേഷണൽ ന്യൂസ് തരാനല്ല ഞങ്ങൾ വന്ന്. ഈ റിപ്പോർട്ട് എങ്കിലും നിർത്തിവെച്ചേ പറ്റൂ. സോറി മിസ്റ്റർ പപ്പൻ, വേണമെങ്കിൽ കുഞ്ഞ് കാണാതായ ന്യൂസ് ഞാൻ കൊടുക്കാതിരിക്കാം. പക്ഷേ ആ റിപ്പോർട്ട് നിർത്തിവെക്കാൻ പറ്റില്ല. അത് പത്രത്തെ പ്രതികൂലമായി ബാധിക്കും. അങ്ങനെ പറയരുത് സാർ. എന്റെ കുഞ്ഞ്. സോറി, ഐ എം ഹെൽപ്ലെസ്. ആ റിപ്പോർട്ട് പൂർണ്ണമായും പ്രസിദ്ധീകരിച്ചേ പറ്റൂ. ബാലു, എന്താ ബാലു കൈയിട്. സോറി സർ. നീ ഇങ്ങനെ വൈൽഡ് ആവാതെ എന്തെങ്കിലും ഒരു മാർഗം കാണാം. എന്താ ഹേമേത്, നീ എന്താ ഫോൺ എടുക്കാതിരുന്ന്? ഹലോ ഹലോ. ആ, താൻ ആള് കൊള്ളാമല്ലോടോ. രണ്ടാം ഭാഗവും പ്രിന്റ് ചെയ്യാൻ കൊടുത്തു അല്ലേ? തനിക്ക് തന്റെ കുഞ്ഞിനെ കുറിച്ച് യാതൊരു ചിന്തയില്ലേ? ഹലോ നമ്പേതിരി, ഞാൻ പറയുന്ന കൂടി ഒന്ന് കേക്ക്. എടാ തെണ്ടി, മര്യാദക്ക് എന്റെ കുഞ്ഞിനെ തരുന്നതാ നല്ലത്. പപ്പന്റെ കുട്ടിയാണെന്ന് പറഞ്ഞ് നീ തട്ടിക്കൊണ്ടുപോയതേ എന്റെ കുട്ടിയാ. ഹലോ ഹലോ, നിങ്ങളാരാ? ഞാൻ ബാലു, ബാലചന്ദ്രൻ ഉണ്ണിത്താൻ. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, നിനക്കെന്നെ അറിയില്ല. കൊത്തി നുറുക്കും ഞാൻ. എടാ ഉറുമീസേ, ഇത് പപ്പന്റെ കുട്ടിയല്ല, വേറെ ആളുടെ തന്റെ കുട്ടിയാണെന്ന്. ഓ, നിന്നെയൊക്കെ ഇത് ഏൽപ്പിച്ച് എന്നെ വേണം തല്ലാൻ. മുതലാളി, പപ്പന്റെ വീട്ടില്, അവന്റെ മുറിയില്, അവന്റെ തൊട്ടിലിൽ കിടന്നുറങ്ങുന്ന കുട്ടിയല്ലേ പപ്പന്റെ കുട്ടി. വേണമെങ്കിൽ ഇപ്പൊ ഞാൻ തെളിയിച്ചു തരാം. നമുക്ക് ചോദിക്കാം. ആരോട്? കുഞ്ഞിനോട് തന്നെ ചോദിക്കാം. ആ പൊടിക്കുഞ്ഞിനോടോ? പൊടിക്കുഞ്ഞിനോടല്ല, അലിക്കുഞ്ഞിനോട്. അലിക്കുഞ്ഞാ വീട് കാണിച്ചു തന്നത്. അലിക്കുഞ്ഞ്. വേണ്ട, ഒരുത്തരോടും ചോദിക്കണ്ട, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. മര്യാദയ്ക്ക് പപ്പന്റെ കുട്ടിയെ ഇവിടെ എത്തിച്ചോണം. ഇല്ലെങ്കിൽ നമ്പ്യാതിരി മഹാപേശക കൊന്നുകളയും നിന്നെ. മുതലാളി, ഈ ഉറുമീസാരാന്ന് യാതൊരു വിവരമില്ലേ? അയാളുടെ വീട് പൂട്ടിക്കിടക്കുന്ന സ്ഥിതിക്ക് പോലീസിൽ അറിയിക്കില്ലേ ബുദ്ധി? ആ ശരി ശരി, പറയുന്നതിൽ ഒന്നും തോന്നരുത്. എനിക്ക് വിശ്വാസം ഉണ്ടായിട്ടുമല്ല. കുഞ്ഞെവിടെയാണെന്ന് ഒന്ന് മഷിയിട്ട് നോക്കിക്കൂടെ? കുന്തം പോയാൽ കുടത്തിലും തിരയണമെന്നാണല്ലോ. ആ കുന്തം പോട്ടേന്ന് തന്നെ വെക്കും. ഇവിടെ ആരും എന്നെ തിരയാനൊന്നും പോകുന്നില്ല. എടീ, ആ കുഞ്ഞിന്റെ തല അപകടത്തിലാ. കൂടി വന്ന അവരതിനെ കൊല്ലും. കൊല്ലട്ടെ. അല്ലേലും ഈ വീട്ടിൽ വളരേണ്ട കുഞ്ഞല്ലത്. കൊന്നാൽ അത്രയും നന്നായി. അല്ലെങ്കിൽ നാക്ക് പിഴുതോ കണ്ണ് കുത്തിയോ
വല്ല ഭിക്ഷയ്ക്ക് എഴുതട്ടെ. വല്ല തെണ്ടിയുടെയും വീട്ടിൽ വളരേണ്ട കൊച്ച ഈ തറവാട്ടില്. ഈശ്വരാ, ഞാനതിനെ കൈകൊണ്ട് തൊട്ടുപോയല്ലോ എന്ന് ഓർക്കുമ്പോഴാ അതിന് ഇത് തന്നെ വരണം. എന്നെ ചതിച്ച് സൂഹിച്ച് ജീവിക്കാൻ നോക്കിയതല്ലേ, അതിന് ഇത് തന്നെ വരണം. ഹ്. അയ്യോ അയ്യോ, ഓടി വരണേ! അയ്യോ, ദാ എന്നെ കൊല്ലാൻ വരുന്നേ! അയ്യോ അയ്യോ, ആരെങ്കിലും ഒന്ന് ഓടി വരണം! നാഗൻകുട്ടി, എന്റെ കണ്ണാടി! അയ്യോ, എന്നെ കൊല്ലാൻ വരുന്നു! അയ്യോ, ആരെങ്കിലും ഒന്ന് ഓടി വരണേ! അയ്യോ, എനിക്ക് വയ്യ! ഇവിടെ ആരെങ്കിലും ഒന്ന് പിടിക്ക്! എന്താ ഇത്? അയ്യോ, എന്താ ഇത്? അമ്പികേ! പിടിക്ക്! അമ്പികേ! എന്നെ കൊല്ലാൻ വരുന്നു! എന്താണ് കത്തി തരാൻ? ഇടാതെ വന്ന്. അമ്പികേ! അമ്പികേ, ബാലുട്ടൻ നമ്മുടെ കുഞ്ഞ്. ആ മൂതയിലേക്ക് പ്രാന്തളയിരിക്ക. അവളെ ചങ്ങലക്കിട്, അല്ലെങ്കിൽ തോക്കെടുത്ത് ചുട്ട് കൊല്ല്. കൊല്ലേണ്ടത് അവളെയല്ലടി, നിന്നെയാണ്. അച്ഛൻ ഇത് കണ്ടില്ലേ? അച്ഛൻ നോക്കി നിൽക്കുമ്പോ ഈ ദുഷ്ടൻ എന്നെ തല്ലിയത് കണ്ടില്ലേ? ഉണ്ണിത്താനെ, ഇപ്പോഴാണ്ടോ താൻ ആണായത്, എന്റെ മരുമകനായത്. ഇത്രയും കാലം ഞാൻ സഹിച്ചതാ, ക്ഷമിച്ചതാ, ഈ വീട് സമാധാനം കിട്ടാൻ വേണ്ടി മാത്രം. അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി അത് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ഞാനും നോക്കട്ടെ. അംബികയും ബാലുവും തെറ്റുകാരല്ല. അറിയാതാണെങ്കിലും ഞാനാണ് തെറ്റുകാരൻ. ആശുപത്രിയിൽ വെച്ച് ബാലുവിന്റെ കയ്യിലെ ആൺകുഞ്ഞിനെ കണ്ടപ്പോ കുട്ടി ആരുടേതാണെന്ന് പോലും ചോദിക്കാതെ അതിനെയും കൊണ്ട് നിന്റെ അടുത്തേക്ക് ഓടി വന്നത് ഞാനാണ്. അതുകൊണ്ടാണ് പുല്ലേ നീ ഇപ്പൊ ജീവിച്ചിരിക്കുന്നത്. എടീ, ഈ കുടുംബത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളാണടി ഈ വീടിന്റെ ഐശ്വര്യം. പെണ്ണാണെന്നും പറഞ്ഞ് ആ കുഞ്ഞുങ്ങളെ ഒരു വട്ടം തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാകാത്ത നീ മനുഷ്യ സ്ത്രീയല്ല, പിശാചാണടി, പിശാച്.